വെറോണിക്കയ്ക്കും മിസ്റ്റർ വോസിനും ഒരു കീ ലഭിച്ചു. എന്നാൽ മെഹുലും മാലിയയും അവരുടെ താവളത്തിൽ എത്തിച്ചേർന്നു. അരെ സർ, ഇൻവൈറ്റ് ചെയ്യാതെ പാർട്ടി തുടങ്ങിയോ? ശ്രദ്ധിക്കൂ ആലിയ, അവർ എവിടെ വേണമെങ്കിലും ആകാം. ഇവിടെ ധാരാളം പുകയുണ്ട്. ഇനി നീ എങ്ങനെ രക്ഷപ്പെടും? എന്താ കൂട്ടുകാരാ, ആദ്യം സ്മോക്ക്, പിന്നെ സ്പിൻ. ഇയാൾ വില്ലനോ അതോ മജീഷ്യനോ? ഈ സ്ഥലത്ത് ഒരുപാട് സീക്രട്സ് ഉണ്ട്. ഒരു ബട്ടണിൽ വോൾ കറങ്ങുന്നു, സ്മോക്ക് ബോംബുകൾ വരുന്നു. ഉറപ്പായും മേയർക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ആരെ, വെറോണിക്ക, നീയും ഇവിടെ ഉണ്ടായിരുന്നോ? പ്ലാൻ നിന്റേതായിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. വാവ്, രണ്ടാമത്തെ കീയും നമുക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. മെഹുൽ, നീ ഒരു കീ കൂടെ കൈക്കലാക്കിയിരിക്കുന്നു. എന്നാൽ ബ്രഹ്മ ടെമ്പിൾ വരെ എത്താനുള്ള നിന്റെ സ്വപ്നമുണ്ടല്ലോ, അത് സ്വപ്നമായി തന്നെ ഇരിക്കും. സർ, ഈ ബ്രഹ്മ ടെമ്പിൾ അതെന്താണ്? ബ്രഹ്മ ടെമ്പിൾ, ഇത് ഞാൻ ആ ഫാൻഡം തീഫിന്റെ മാപ്പിൽ കണ്ടിരുന്നുവല്ലോ. ഇതാണ് സ്ഥലം. ഏതോ ടണലിന്റെ പുറകിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിരുന്നു. ആളുകൾ പറയുന്നത് ചിലപ്പോഴൊക്കെ ലാവ കത്താറില്ല, അത് വഴി മാത്രം കാണിക്കുന്നുവെന്ന്. ആ വഴി ഫയർ പ്രൂഫ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് സേഫ് വിൻഡോ ഉണ്ട്. ലാവ മൂവ് ചെയ്യുവാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരുവാൻ കഴിയില്ല. എക്സ്ട്രീം ഹീറ്റിനു വേണ്ടി ഭൂൽ ഭുലയ 2 തെർമൽ ക്യാപ്സ്യൂൾസ് നിർമ്മിച്ചിരിക്കുന്നു. ബ്ലൂ ക്യാപ്സ്യൂൾ, തെർമൽ ബാലൻസ്, ഒരു എക്സ്റ്റേണൽ ടെമ്പറേച്ചറും അഫക്റ്റ് ചെയ്യില്ല. സിൽവർ ക്യാപ്സ്യൂൾ, ഡീപ് സ്ലീപ്പ്, എമർജൻസി സിറ്റുവേഷന് വേണ്ടി ആവശ്യമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ബ്ലൂ ഓർ സിൽവർ, രണ്ടും കൂൾ ലുക്കാണ്. മിന്റി ടേസ്റ്റ്. ഓ, ഇയാൾ സിൽവറാ കഴിച്ചത്. ഗ്രേറ്റ്, ഒരാൾ നമ്മുടെ ഓവന്റെ ഇടയിൽ കിടന്നുറങ്ങുന്നു. സാരമില്ല, 3 പേർ തന്നെ ധാരാളമാണ്. ലെറ്റ്സ് മൂവ്. വളരെയധികം സൈലൻസ് ആണ്, യൂഷ്വലി ബാഡ് സൈൻസ്. ലോജിക്കൽ ആർമി, മുന്നിൽ 3 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി പറയുന്നത് കീ രണ്ടാമത്തെ വഴിക്കുള്ളിൽ ഇല്ല എന്നാണ്. രണ്ടാമത്തെ വഴി പറയുന്നത് കീ ഇവിടെ ഇല്ല എന്നാണ്. മൂന്നാമത്തെ വഴി പറയുന്നതാകട്ടെ കീ രണ്ടാമത്തെ വഴിയിലാണെന്നാണ്. ഒരു വഴി മാത്രമാണ് സത്യം പറയുന്നത്. എന്താ, നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ഏത് വഴിയാണ് സത്യം പറയുന്നതെന്ന്? അതോടൊപ്പം കീ ഏത് വഴിയിലാണെന്നും നല്ലവണ്ണം പോസ്റ്റ് ചെയ്ത് വെച്ച് ചിന്തിക്കൂ. ഒന്നാമത്തെയും രണ്ടാമത്തെയും വഴി പറയുന്നത് ഒരേ കാര്യമാണ്. കീ രണ്ടാമത്തെ വഴിയിൽ ഇല്ല എന്ന്. രണ്ടും ശരിയാകുവാൻ വഴിയില്ല, രണ്ടും തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ വഴി പറയുന്നതാണ് ശരി, കീ രണ്ടാമത്തെ വഴിയിൽ ഉണ്ടെന്ന്. എല്ലാവരും ആ വഴിയിലൂടെ മുന്നോട്ടേക്ക് പോകുവാൻ തുടങ്ങുന്നു. ടണൽ ക്രോസ് ചെയ്ത് അവർ ഒരു റൂമിലേക്ക് എത്തുന്നു. ഈ കീ ഓവനിൽ ബേക്ക് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇതിനെ എടുക്കുക? ചുറ്റും നോക്കൂ. ഇതിനെ തൊടാൻ ശ്രമിച്ചവരെല്ലാം ഉരുകിപ്പോയി. സയന്റിസ്റ്റ് ഭൂൽ ഭുലയ പറയുന്നത് ഈ ഗ്ലൗസ് ലാവ റെസിസ്റ്റന്റ് അല്ല, ലാവ പെർസിസ്റ്റന്റ് ആണെന്നാണ്. ഇയാൾ ലാബിൽ നിന്ന് പവർ റേഞ്ചറുമായിട്ടാണ് വന്നിരിക്കുന്നത്. കെയർഫുൾ. കീ സെക്യൂർഡ്. പക്ഷേ ഭൂമിയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നത് ഒരിക്കലും എളുപ്പത്തിൽ നേടുവാനാകില്ല. ലിയാന, ക്യാപ്സ്യൂളിന്റെ എഫക്റ്റ് കുറയുകയാണ്. ഹീറ്റ് ലെവൽ കൂടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. സ്പ്ലിറ്റ് അപ്പ്. നമുക്ക് ഔട്ടർ ഷാഫ്റ്റിൽ കാണാം. ഗോ. ഇനി ആ കടങ്കഥയും പരിഹരിക്കണം. എന്ത് മിഷനാണിത്? ദീസ് ആർ ട്രാപ്സ്. ഇത് ഡിറക്ഷൻസ് ആണ്. ഇത് ഭൂമിയുടെ നാച്ചുറൽ പാത്ത് കാണിക്കുന്നു. ലിയാന, നീ ശരിക്കും ഒരു പസിൽ ക്യൂനായി മാറിയിരിക്കുന്നു.
വെയിറ്റ്, ഈ പ്രഷർ മാറുകയാണ്. എയർ മൂവ്മെന്റ്, അതിനർത്ഥം ഇവിടെ ഒരു വീക്ക് സ്പോട്ട് ഉണ്ടെന്നാണ്. ഭൂമിയിലൊന്ന് തട്ടി നോക്കാം. വീക്ക് സ്പോട്ട് കിട്ടിയിരിക്കുന്നു. എന്നാൽ ഇതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യും? ഞാൻ വന്നു, പൂർണ്ണമായ ഉറക്കം കഴിഞ്ഞ്. ജിം, ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാ സ്ലോ സ്റ്റാർട്ടേഴ്സ് ബിഗ് ഫിനിഷേഴ്സ് എന്ന്. എന്നാൽ ഈ താക്കോൽ ഒരു തുടക്കം മാത്രമാണ്. വരൂ, ഇത് നമുക്ക് മെഹുലിന്റെ കയ്യിൽ തിരികെ കൊണ്ടുകൊടുക്കാം. ഓടൂ, രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്നും പുറത്തേക്ക് ഓടൂ. 4 പേരും അവിടെ നിന്ന് ഓടി പുറത്തു കിടക്കുന്നു. എന്നാൽ പുറത്ത് അവരെ കാത്ത് കുറച്ചു പേർ നിൽപ്പുണ്ടായിരുന്നു. വെറോണിക്കയുടെയും മിസ്റ്റർ വോസിന്റെയും ആളുകൾ ഗൺസും വെപ്പൺസുമായി അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കീ നമുക്ക് തരൂ, അല്ലെങ്കിൽ എല്ലാവരുടെയും കഥ ഇതോടെ കഴിഞ്ഞു. മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അതിനാദ്യം നമ്മളോട് എതിരിടണം. Not fair, you cheaters. ആ മരങ്ങൾക്ക് പുറകിൽ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ വാനുണ്ട്. ഞാൻ എമർജൻസിക്ക് വേണ്ടി അവിടെ ആദ്യമേ ഒളിപ്പിച്ചിരുന്നു. സർ, ഒരു കീ ഓൾറെഡി മെഹുൽ സാറിന്റെ കയ്യിലുണ്ട്. 6 കീകളില്ലാതെ അദ്ദേഹത്തിന്റെ ടെമ്പിളിൽ എൻ്റർ ചെയ്യുവാനും കഴിയില്ല. ഈ കീ നമുക്ക് കൊണ്ടുകൊടുക്കാം. ഈ കീ എനിക്ക് തരൂ. ഞാൻ ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ വാനിനടുത്തേക്ക് പോയി അത് എടുത്തു കൊണ്ടുവരും. ഏയ്, കീ വേണമെങ്കിൽ എടുത്തോളൂ. അതേസമയം ആലിയയും മെഹുലും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേരുന്നു. എനിക്ക് ഈ മാപ്പ് ഫേക്ക് ആണെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് നമ്മൾ എങ്ങനെയാ ബ്രഹ്മ ടെമ്പിളിൽ എത്തിച്ചേരുന്നത്? സർ, നമുക്ക് പോയി നോക്കാം. ഒരു അഡ്വഞ്ചർ കൂടിയാകും. വരൂ സർ, നമുക്ക് പോകാം. നമ്മളൊരു മിഷന് വേണ്ടിയിട്ടാ പോകുന്നത്, അല്ലാതെ പിക്നിക് അല്ല. സർ, എനിക്ക് തോന്നുന്നത് ഈ മാപ്പ് നമ്മളെ മോർണിംഗ് ട്രക്കിങ്ങിന് അയച്ചതെന്നാണ്. സിംബൽസ്, ക്രാക്സ്, എന്തെങ്കിലും സീക്രട്ട് ഡോർ ആയിരിക്കും. സർ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ വോളിൽ തട്ടിയാൽ തുറക്കുമെന്ന്? ഈ മാപ്പ് തെറ്റാണ്. ആ ഫാൻഡം തീഫ് നമ്മുടെ സമയം വെറുതെ കളഞ്ഞു. അപ്പോൾ ശരിക്കുള്ള മാപ്പ് അത് വോസിന്റെ കയ്യിലാണ്. പിടിക്കപ്പെടുന്നതിന് മുൻപ് ഫാൻഡം തീഫ് ശരിക്കുമുള്ള മാപ്പ് മിസ്റ്റർ വോസിന് നൽകിയിരിക്കുന്നു. 100%. വരൂ സർ, നമുക്ക് തിരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാം. എനിക്ക് വിശക്കുന്നുണ്ട്. ആലിയ, നിനക്ക് ഞാൻ നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് ഹംഗറി ചലഞ്ച് ആയിരിക്കും നൽകുക. നമുക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി ആൻഡേഴ്സിൽ നിന്ന് മേർത്കയുടെ അപ്ഡേറ്റ്സ് അറിയാം. എല്ലാവരുടെയും ഗിഫ്റ്റ് എത്തി. ഹാക്കർ സാബിന് മാത്രമേ പെൻഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ത് പറ്റിയാ? മെഹുൽ സാറിന്റെ എന്തെങ്കിലും സീരിയസ് സർപ്രൈസ് ആണോ? ആദി, യുവർ മിഷൻ ജസ്റ്റ് ഗോട്ട് ആൻ അപ്ഗ്രേഡ്. വൗ, താങ്ക് യു ഡോക്ടർ സഞ്ജന. അവർ എവിടെയാ ഉള്ളത്? ഒരുപക്ഷെ ഫിലിപ്പൈൻസിലായിരിക്കാം. അവരുടെ ഒരു അപ്ഡേറ്റ്സും ഇല്ല. ബയോമെട്രിക്, എനിക്ക് മാത്രം ആക്സസ് ആൻഡ് സ്റ്റൈലിഷ് ഫിംഗർ പ്രിന്റ് സെൻസർ, ക്യാപ്പസിറ്റീവ് സ്കിൻ പ്രൊട്ടക്ഷൻ, എൻക്രിപ്റ്റഡ് പാറ്റേൺ റെക്കഗ്നീഷൻ, മിനി ഹോളോഗ്രാം ഇന്റർഫേസ്. റിസ്റ്റിൽ നിന്ന് ഹോളോഗ്രാഫിക് സ്കിൻ പോപ്പപ്പ് ആകുന്നു. ഇത് റിമോട്ട് ഹാക്കിംഗ്, കോഡ് ഇഞ്ചക്ഷൻ, സർവേലൻസ് ഹാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. മാഗ്നറ്റിക് പൾസ് എമിറ്റർ, സ്മോൾ സെക്യൂരിറ്റി ലോക്സ് ഡിസേബിൾ ചെയ്യുന്നതിന്, മെറ്റൽ വോൾസ് നശിപ്പിക്കുന്നതിന്, കൂടാതെ സെൻസേഴ്സിനെ ടെമ്പർ ചെയ്യിപ്പിക്കുന്നതിനും. വൗ, അത് ഞാൻ നോക്കിയ ശേഷം തുറക്കാം. ഇതിൽ സിഗ്നൽ ട്രേസറും ഡീകോഡറും ഒക്കെയുണ്ട്. ഏതെങ്കിലും ഹിഡൻ നെറ്റ്വർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, നിയർ ബൈ ക്യാമറ ഡിവൈസ് കണ്ടുപിടിക്കുന്നതിനും, സിഗ്നൽ ട്രേസ് ചെയ്യുന്നതിനും ടീമിനെ ട്രാക്ക് ചെയ്യുന്നതിനും ആദ്യക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ ഇനി കീബോർഡിൽ മാത്രമല്ല
ഫീൽഡിലും പ്രോ ആയി. ആദ്യം നമുക്ക് കീസ് കണ്ടുപിടിക്കണം. ഫീൽഡിലേക്ക് പോകുവാനുള്ള സമയമായിരിക്കുന്നു. സർ, ഇനി ഇവൻ ഹാക്കിംഗ് ചെയ്യില്ല, പകരം ട്വിസ്റ്റ് ആയിട്ട് ചെയ്യും. ലോജിക്കൽ ആർമി, ഒരിടത്ത് ആൻഡേഴ്സന്റെ ഫൈറ്റ്. ഇവിടെ ആലിയയ്ക്കും മെഹുലിനും ഒരു കീ കിട്ടിയിരിക്കുന്നു. ബാക്കിയുള്ള കീസ് എങ്ങനെ കണ്ടുപിടിക്കുമായിരിക്കും? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.